വിശദാംശങ്ങളിലേക്ക് പോകാം. ക്രിമിനൽ കേസിലെ പ്രതി തോക്കുമായി മെഡിക്കൽ കോളേജിനുള്ളിൽ പ്രവേശിച്ചു. കല്ലമ്പലം സ്വദേശി സതീഷ് സാവണാണ് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ തൂക്കുമായി എത്തിയത്. സുരക്ഷാ ജീവനക്കാർ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ ഓടി രക്ഷപ്പെട്ടു. വിശദാംശങ്ങൾ കമലേഷ് തെക്കേക്കാട് നൽകും. കമലേഷ്, എങ്ങനെയാണ് സംഭവം? എന്തുദ്ദേശത്തിലാണ് ഇയാൾ തൂക്കുമായി വന്നത്? ഫിജി എന്തുദ്ദേശത്തിലാണ് വന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ഇപ്പോൾ ലഭ്യമായിട്ടില്ല. വൈകിട്ട് 5 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അത്യാഹിത വിഭാഗത്തിലുള്ള ഇയാളുടെ കൂട്ടുകാരനെ കാണാൻ എന്ന് പറഞ്ഞാണ് ഇയാൾ മെഡിക്കൽ കോളേജിൽ എത്തിയത്. ഈ അത്യാഹിത വിഭാഗത്തിലെത്തി ഇയാൾ ബഹളം വെച്ചതിനെ തുടർന്ന് സെക്യൂരിറ്റി ഇയാളെ അകത്തേക്ക് കടത്തിവിടുകയായിരുന്നു. എന്നാൽ അകത്ത് നടത്തിയ സുരക്ഷാ പരിശോധനയിലാണ് ഇയാളുടെ കൈവശം ഒരു എയർ പിസ്റ്റൾ ഉള്ളതായി മനസ്സിലാക്കിയത്. ഇത് സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഇത് പിടിച്ചു വാങ്ങിയ ഉടനെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളുടെ പ്രതിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പിസ്റ്റൾ പിടിച്ചു വാങ്ങിയതോടെ ഇയാൾ ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഇയാളെ കുറിച്ച് വിവരമില്ല. പോലീസ് ഏതായാലും അന്വേഷണം ഇയാൾക്കായുള്ള അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായേക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. ആദ്യ ഘട്ട പരിശോധനയിൽ ഇയാൾക്ക് അകത്ത് കടക്കാൻ കഴിഞ്ഞു. രണ്ടാം ഘട്ട പരിശോധനയിലാണ് ഇയാളുടെ കൈവശം ഒരു പിസ്റ്റൾ ഉള്ളതായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് പിടിച്ചു വാങ്ങിയതോടെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഏതായാലും പോലീസ് ഈ വിഷയത്തിൽ ഗൗരവതരമായ ഒരു അന്വേഷണത്തിലെ അല്ലെങ്കിൽ ഇയാളെ തെരയുന്നതിന് വേണ്ടി, ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഫിജി, ഈ സതീഷ് സാവൻ എന്ന് പറയുന്നയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണോ? എങ്ങനെയാണ് ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം എങ്ങനെയാണ്? ഇയാളുടെ കേസുകൾ സംബന്ധിച്ച് ഇപ്പോൾ കൂടുതൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഇയാൾ എന്നാണ് ഈ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകിട്ടോടുകൂടി അത് എന്താണ് ഇയാളുടെ കേസ് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയില്ല. ഇയാളുടെ കൂട്ടുകാരനെ കാണണം എന്ന ആവശ്യത്തോടു കൂടിയാണ് ഇയാൾ അത്യാഹിത വിഭാഗത്തിലെത്തിയത്. ഇയാളുടെ കൂട്ടുകാരൻ ആരാണ് എന്നത് സംബന്ധിച്ചും ഈ ആശുപത്രി വൃത്തങ്ങൾ നമുക്ക് അതിന്റെ കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഏതായാലും ഇയാളുടെ കൈവശം ഒരു പിസ്റ്റൾ ഉണ്ടായിരുന്നു. അത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ പിടിച്ചു വാങ്ങുകയും ചെയ്തു. പരിശോധനയിൽ ഇയാളുടെ കൈവശം പിസ്റ്റൾ ഉള്ളതായി തെളിയുകയും ഇത് പിടിച്ചു വാങ്ങുകയും ചെയ്ത ഘട്ടത്തിൽ ഇയാൾ ഉടൻ തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആദ്യം ആശുപത്രിയിലെത്തി കടത്തിവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞതോടുകൂടി ഇയാൾ ഭയങ്കരമായി ബഹളം വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ബഹളം വെച്ചതിനെ തുടർന്നാണ് ഇയാളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചത്. എന്നാൽ പിന്നീടാണ് ഈ അകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം ഈ അത്യാഹിത വിഭാഗത്തിന്റെ മുന്നിൽ വെച്ച് വീണ്ടും ഒരു പരിശോധന നടത്തിയ ഘട്ടത്തിലാണ് ഈ പിസ്റ്റൾ കണ്ടെത്തിയത്. ഏതായാലും വളരെയേറെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഇത്. ആശുപത്രിയിലേക്ക് ഒരു പിസ്റ്റളുമായി ഒരാൾ എത്തുക, അതും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ. എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്ന് സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ പ്രാഥമികമായി നമുക്ക് എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടില്ല. ഏതായാലും ഈ കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി കമലേഷ്, പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ക്രിമിനൽ കേസിലെ പ്രതി തോക്കുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുന്നു. ഗുരുതര സുരക്ഷാ വീഴ്ച അവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും തോക്ക് സുരക്ഷാ ജീവനക്കാർ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു.